പ്രദേശത്തെ എല്ലാ ആളുകളെയും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. കുട്ടികളിൽ നിന്നും അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഉരുൾപൊട്ടൽ വലിയ ആശങ്കയാണ് ഈ പ്രദേശത്തുണ്ടായിരിക്കുന്നത്. കൊടുങ്ങയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കൂട്ടിക്കൽ ഇതിനടുത്താണ് ഈ കൊടുങ്ങ എന്നുള്ള ഈ ഗ്രാമം ഉള്ളത്. അപ്രതീക്ഷിതമായി ഇന്നലെ രാത്രി 2 മണിയോടെയായിരുന്നു ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഈ പ്രദേശത്ത് വലിയ നാശം വിതച്ചുകൊണ്ട് കൃഷിക്കൊക്കെ വലിയ നാശം വിതച്ചുകൊണ്ടായിരുന്നു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നത്. വാർഡ് മെമ്പർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. എപ്പോഴായിരുന്നു ഒരു സംഭവം ഉണ്ടായത്? അതോടൊപ്പം തന്നെ ഈ ജനവാസ മേഖലയിലുള്ള ആളുകളെയൊക്കെ തന്നെ മാറ്റിപ്പാർപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാവിലെ മുതൽ നിർത്താതെ പെയ്ത മഴയെ തുടർന്ന് ഇവിടെ ഈ ഉരുൾപൊട്ടലുണ്ടായത് ഇന്നലെ രാത്രി 2 മണിക്കാണ്. 2 മണിക്കാണ് ഉണ്ടായത്. അതിന് മുമ്പ് നമ്മുടെ മേൽഭാഗത്ത് ഇവിടുന്ന് മേലിലേക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് വീടുകളുടെ മുകളിലേക്ക് മണ്ണ് വീണ് വീടിന് അപകട ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം കൈപ്പള്ളി മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. വെല്ലിയന്ത ഭാഗത്ത് ചെറിയ മണ്ണിടിച്ചിലുകൾ, വീടിൻ്റെ ഭാഗത്തേക്ക് മണ്ണിടിച്ചിലുകളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ഇപ്പം നിലവിൽ ഈ പ്രാവശ്യം ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ ഈ ഉരുൾപൊട്ടലാണ്. കൊടുങ്ങായിൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്തെ ഉരുൾപൊട്ടലാണ്. അതോടൊപ്പം ഇന്നലെ തന്നെ നമ്മൾ എല്ലാവർക്കും ഗ്രൂപ്പുകളിലൂടെ നിർദ്ദേശം കൊടുത്തിരുന്നു. മഴ ശക്തി പ്രാപിക്കുന്നുണ്ട്, അടിയന്തരമായിട്ട് സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറണമെന്നും. പക്ഷേ രാത്രിയായി പോയതിനാൽ നമുക്ക് കറണ്ടും ഇല്ലാത്തൊരവസ്ഥ വന്നുകൊണ്ട് ആൾക്കാർ എങ്ങോട്ട് മാറണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിൽ വീടുകളിൽ തന്നെ കഴിയുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നേരം വെളുത്തപ്പോൾ എല്ലാവരെയും കൃത്യമായിട്ട് എല്ലാവരെയും കണ്ടെത്തി. ആർക്കും യാതൊരുവിധ മറ്റ് അപകടങ്ങളോ വീടിന് ഭയങ്കരമായ നാശനഷ്ടങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ നിലവിൽ നമ്മൾ ക്യാമ്പ് എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിലും തഹസിൽദാർ, റവന്യൂ അധികൃതരെല്ലാവരും ഇവിടെ വന്ന് കണ്ട് സന്ദർശിച്ച് മടങ്ങിയിട്ടുണ്ട്. നേരത്തെ ആ കൂട്ടിക്കൽ ദുരന്തമുണ്ടായതിന് തൊട്ടടുത്ത് തന്നെയാണ് വീണ്ടും ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ 2021 ഉണ്ടായ പോലെ തന്നെ അന്നത്തെ അത്ര ഭീകരമല്ല. ഇന്നിപ്പോൾ ഈ ഒരു ഉരുളയിൽ കൊടുങ്ങാൽ ഒരു ഉരുളയിൽ നിൽക്കുകയാണ്. 2021 ഇതിൽ കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. തീർച്ചയായും അത് തന്നെയാണ് കേരളത്തെ കലയിച്ച ഒരു വലിയ ദുരന്തമാണ് ഈ കൂട്ടിക്കൽ ഉണ്ടായത്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഉരുൾപൊട്ടൽ കൂടി ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ട ആറന്മുളയിലെ സ്ഥിതി അതീവ ഗുരുതരമാണ്. പമ്പയും മണിമലയാറും മീനച്ചിലാറും കരകവിഞ്ഞൊഴുകുന്നു. റാന്നി മേഖലയിൽ വീണ്ടും ശക്തമായ മഴ പെയ്യുകയാണ്. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു. മനോജ്, പത്തനംതിട്ട വലിയ ആശങ്കയിലാണ് ഇപ്പോഴും. കൂടുതൽ ദുരിതങ്ങൾ ആ പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. മഴ വീണ്ടും ശക്തമാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ? ആറന്മുളയിൽ എപ്പോഴും വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തി എന്നുള്ളത് വേണം പറയാൻ. കാരണം നേരത്തെ ഒന്നും ഈ ഭാഗത്ത് ഇത്ര ഒഴുക്കില്ലായിരുന്നു. പക്ഷേ ഇവിടേക്ക് ഇപ്പോൾ വെള്ളം കൂടുതലായി ഒഴുകി എത്തുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് ആറന്മുള ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡുകളിലടക്കം വെള്ളം കൂടുതലായി ഒഴുകി എത്തുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതായത് റാന്നിയിലെ ജലനിരപ്പ് താഴ്ന്നു കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ടാണ് വെള്ളം എത്തുക. ഈ പെട്ടികളൊക്കെ, അതായത് കടകളിൽ നിന്നുൾപ്പെടെ പെട്ടികൾ അടക്കം ഒഴുകി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് സാധനങ്ങളൊക്കെ ഒഴുകി പോവുകയാണ്. ചേട്ടാ, ഈ കടയിലാണോ? കടയിലാ ഭയങ്കര നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരുപാട് സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സാധനം നഷ്ടപ്പെട്ടു. കടയ്ക്കകത്ത് ഫുള്ള് വെള്ളമാണ്. പച്ചക്കറി കടയാണ്. ഫുള്ള് വെള്ളമാണ് ഇതിനകത്ത് മൊത്തം. ഒരുപാട് സാധനം നഷ്ടമായിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ സംഭവിച്ചു പോയി. 2018 വെള്ളപ്പൊക്കം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് ഇതുപോലെ സംഭവിക്കുന്നത്. മൊത്തം പോയിട്ടിരിക്കുകയാണ്. ഇത് കണ്ടോ നിങ്ങൾ? പച്ചക്കറി കടയാണ് നമ്മൾ കാണുന്നത്. ഈ കടയ്ക്കുള്ളിൽ മുഴുവൻ വെള്ളം കയറിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ സാധനങ്ങളൊക്കെ എടുത്ത് മുകളിലേക്ക്. ഇതെൻ്റെ കടയാണ്. ഈ ആറന്മുളയിലെ ഒരു നല്ല കടയാണ്. ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരു പ്രിയപ്പെട്ട കടയാണ്. എല്ലാം വില സഹായത്തിൽ കിട്ടുന്നത്. ഭയങ്കര കഷ്ടം. എല്ലാം ഭയങ്കര നഷ്ടത്തിലും കഷ്ടത്തിലുമായിട്ടുണ്ട്. ഇനി ഏത് ലെവലിൽ എത്തും എന്തോ എങ്ങനെ നടക്കുന്നുണ്ടോ? ഫ്രീസറെല്ലാം എല്ലാം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വെള്ളം നേരത്തെ ഇത്ര ഇല്ലായിരുന്നു, ഇപ്പൊ കൂടിയതല്ല. ഇല്ല ഇപ്പം ഞങ്ങൾ രാവിലെ വന്ന് കുറേയൊക്കെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ലെവലിൽ ഒരു വെള്ളം വരുമെന്ന്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഇതിപ്പം ഇത് കണ്ടില്ലോ, ഇതിപ്പം കടയ്ക്കകത്തോടെ ഭയങ്കര തള്ളായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ കട തന്നെ ഇനിയും ഇങ്ങനെ തള്ളി മാറുമോ എന്നുള്ളൊരു ഡൗട്ടിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ഒരു ഇൻഫർമേഷൻ വന്നതിൻ്റെ പേര് പെട്ടെന്ന് ഓടി വീണ്ടും തിരിച്ചു വന്ന് വെള്ളം കയറുന്നതനുസരിച്ചിട്ട് ഓടി വീണ്ടും വന്നതാണ്. കൂടുതൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇവിടെയുള്ള കടകളിലൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് വെള്ളം കയറി സാധനങ്ങളൊക്കെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ ഭാഗത്തേക്ക്, അതിൻ്റെ മറുഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കടയുടെ പകുതിയോളം ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. അതായത് ആ ഷട്ടറിൻ്റെ ഭാഗത്തോളം വെള്ളം ഇപ്പോൾ കയറിയതായിട്ടാണ്. ഇവിടെ ഒരു റെസ്റ്റോറൻ്റാണിത്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പകുതിയിലേക്ക് ഇപ്പോൾ വെള്ളം കയറി നിൽക്കുന്ന
ഒരു കാഴ്ചയാണ്. അതായത് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് കൂടുതലായും ഈ വെള്ളം എത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പമ്പയാറിലെ നദിയിൽ നിന്നുള്ള ആ വെള്ളമൊക്കെ ഇങ്ങോട്ടേക്ക് ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെ വലിയ ആശങ്ക തന്നെയാണ് ജനങ്ങൾക്കിടയിലുള്ളത്. കാരണം കൂടുതലായി വെള്ളം ഇന്ന് രാത്രിയോടുകൂടി ഇങ്ങോട്ട് എത്തുകയാണെങ്കിൽ ഇതിനും അപ്പുറം ഈ കാര്യങ്ങൾ സങ്കീർണമാകും. എന്തായാലും രക്ഷാപ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇത്തരത്തിൽ ജീവിതത്തിന് വേണ്ടിയിട്ട് ഏറെക്കാലം ഉരുക്കൂട്ടി ഇതുപോലെ കടകളൊക്കെ ഉണ്ട്. കടകളിലേക്ക് ജോലി ചെയ്യുന്നവരും അതിൻ്റെ മുതലാളിമാരുമൊക്കെ വന്ന് വലിയ സങ്കടക്കാഴ്ചയിലാണ്. കാരണം എത്രയോ കാലമായി അവർ കച്ചവടം ചെയ്തു വന്ന കടകളിലൊക്കെ സാധനങ്ങൾ അങ്ങനെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം, ആ സ്ഥലം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ കെട്ടിടങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ആരുമില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഈ ഭാഗത്തേക്ക് കെട്ടിടങ്ങളിൽ നിന്ന് ആളുകളൊക്കെ മാറിയിരിക്കുന്നു. ഇവിടേക്ക് നടന്നു പോകുന്ന ആളുകളുണ്ട് ചില ഭാഗങ്ങളിൽ. അതായത് ഈ റോഡിൻ്റെ ചില ഭാഗങ്ങളിൽ നല്ല ഒഴുക്കാണ്, വെള്ളം ഇങ്ങനെ മറുഭാഗത്തേക്ക് ഒഴുകി പോവുകയാണ്. ഒരു റോഡിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് വന്ന് ആ മറുഭാഗത്തേക്ക് ഒഴുകി പോകുന്ന ജലമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി അപ്പുറത്തെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഈ ആറന്മുള ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിലെ 3 റോഡുകൾ വന്ന് കൂടുന്നിടത്ത് വലിയ തരത്തിലുള്ള ഒഴുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അവിടേക്ക് ആളുകൾക്ക് കൂടുതലായി എത്താൻ പറ്റുന്നില്ല എന്നുള്ളത് കൂടെ ഒരു കാര്യമാണ്. കാരണം സാധാരണയായി രാവിലെ മുതൽ ഈ വെള്ളം ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നടന്നു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ മാത്രമേ നടക്കാൻ പറ്റുന്നുള്ളൂ. അപ്പുറത്തേക്കൊക്കെ എത്തുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള വെള്ളവും അതോടൊപ്പം തന്നെ ഒഴുക്കുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ ഒക്കെ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ വലിയ ആശങ്ക പടർത്തുന്നത് ഈ ഒഴുക്ക് തന്നെയാണ്. കാരണം പമ്പാ നദിയിലെ ജലം ഒരു ഭാഗത്ത്, അതായത് റോഡിൻ്റെ ഒരു ഭാഗത്ത് നിന്നും മറുഭാഗത്തേക്കാണ് ഈ വെള്ളം മുഴുവൻ പോകുന്നത്. അപ്പോൾ അത്രയധികം ശക്തിയോടുകൂടി കുത്തിയൊലിച്ചെത്തുന്ന ജലമാണ്. മഴ അവസാനിക്കുന്നില്ല, മഴ അങ്ങനെ തന്നെ തുടരുന്നുമുണ്ട്. അപ്പോൾ ഇത് ഇനിയും രാത്രിയിൽ കൂടുതൽ സങ്കീർണമാകുമോ എന്നുള്ള ഒരു കാര്യം കൂടെയുണ്ട്. കാരണം 2018 ഈ പ്രളയം ഉണ്ടായത്. ആ സമയത്ത് വലിയ ആശങ്ക വിതച്ച ഒരു സ്ഥലം കൂടെയാണ് ആറന്മുള. ഇത്തവണ വീണ്ടും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങളെന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക വീണ്ടും പടർത്തുന്നുണ്ട്. ഈ സ്ഥലമെന്ന് പറയുന്നത് ആറന്മുളയ്ക്കിപ്പുറമുള്ള ഒരു സ്ഥലമാണ്. ഇവിടേക്ക് ഇപ്പോൾ ഒരു ഭാഗത്തു നിന്നും വരുന്ന വെള്ളം മുഴുവനും മറുഭാഗത്തെ വയലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീടുകളുണ്ട്. ആ വീടുകളിലേക്കൊക്കെ, സമീപത്തെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയ ഒരു സാഹചര്യമുണ്ട്. ഇവിടേക്ക് ആറന്മുളയിലെ സ്ഥിതി അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് മനോജ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ പ്രദേശത്ത് ഇനി കൂടുതൽ മഴ പെയ്യുകയാണെങ്കിൽ അതും ആശങ്കയ്ക്ക് വകയുണ്ടാക്കുന്നുണ്ട്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ മഴക്കെടുതികളുടെയും ദുരിതങ്ങളുടെയും ഒക്കെയുള്ള വാർത്തകളുമായി നീലിമ ചേരും. നമസ്തേ. മണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓഗസ്റ്റ് 2 മുതൽ കൊച്ചി MG റോഡിലും. കല്യാണത്തിന് വരണം. സംഗീതത്തിന്റെ മഹാവേദി ഉണരുകയാണ്. സരിഗമപ ലിറ്റിൽ ചാംപ് സീസൺ 2 ഇന്നു മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് സി കേരളം ചാനൽ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജുവലർ. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓഗസ്റ്റ് 2 മുതൽ കൊച്ചി MG റോഡിലും. കല്യാണത്തിന് വരണം. ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. ഈ ഓണക്കാലം ആഘോഷമാക്കൂ ജയലക്ഷ്മി ബെസ്റ്റ് ഓഫ് ഓൾ ടൈമിനൊപ്പം. അത്ഭുതങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടു. താങ്ക് എന്നാണ് പറഞ്ഞത്. മനസ്സിലെന്താണ് ഇപ്പോൾ ഒരു ആഗ്രഹം? താളബോധമില്ലാത്തവരെ ആ താളത്തിലേക്ക് കയറ്റി കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അല്ല, അവിടെ കൂടുതൽ കൈമണിയൊക്കെ ഉപയോഗിച്ച് മുകളിലോട്ട് ചാടി താഴോട്ട് വന്ന് വലിച്ചെറിഞ്ഞ് അല്ലേ? അത് ചിലപ്പോൾ ഇത് കൈവിട്ടിട്ടുള്ള കളികളുണ്ടാവും. മഹാനഗരത്തിന്റെ വിശേഷങ്ങളുമായി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30, എല്ലാ ശനിയാഴ്ചയും രാത്രി 11:30 കാണാൻ മറക്കരുത്. ഓൺലി ഓൺ ജനം TV. ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. പവേഡ് ബൈ ഏഗോൺ ഷിപ്പിംഗ്, ബ്രോട്ട് യു ബൈ അമൃതവേണി. ജയ് ശ്രീറാം.